അനുമോളും ആദിലയും നേർക്കുനേർ. ഉല്ലാസയാത്ര എന്ന ടാസ്കിനിടയിലായിരുന്നു രണ്ടുപേരും തമ്മിൽ വഴക്കുകൾ കൂടിയത്. മുൻ സീറ്റിലിരിക്കുന്ന നൂറയ്ക്ക് ഇരിക്കുവാൻ സ്ഥലമില്ല എന്ന് നൂറ പലതവണ പറഞ്ഞപ്പോൾ അനീഷിനെ പുറത്താക്കുവാൻ വേണ്ടി നൂറയെ സഹായിച്ചുകൊണ്ടിരുന്നത് ആദിലയായിരുന്നു. ആദില ഇടയ്ക്കിടെ ഡോർ തുറക്കുകയും ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്തപ്പോൾ അനുമോൾ അതിന് കയർത്ത് സംസാരിക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ അയാൾക്കും ടാസ്കിൽ പങ്കെടുക്കേണ്ടേ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആര്യനും നൂറയുമെല്ലാം അനീഷിനെ ഒതുക്കി ഒരു മൂലയിലേക്കാക്കുമ്പോൾ അനീഷ് പലതവണ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ എന്ന്. ഞാൻ സത്യസന്ധമായിട്ടല്ലേ നിൽക്കുന്നത്, നിങ്ങളും ഫെയർ ഗെയിം കളിക്കൂ എന്നായിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇടയ്ക്കിടെ നൂറയും ആര്യനും ആദിലയുമെല്ലാം അനീഷിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് ആദില പറഞ്ഞു, നീ ആ സാധാരണക്കാരന്റെ കാർഡിന്റെ പകുതി കിട്ടുവാൻ വേണ്ടിയാണോ ഈ കളിക്കുന്നത് എന്ന്. നീ വലിയ നന്മമരമൊന്നും കളിക്കേണ്ട. ഇത് കേട്ടപ്പോൾ അക്ബറും പറഞ്ഞു, അതെ അതെ, സാധാരണക്കാരന്റെ കാർഡാണ് അവൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. കുറെ സമയം ആദിലയും അനുമോളും ഇതിനുവേണ്ടി കയർത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് അനീഷിന്റെ തല നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അനുമോൾ. അനീഷിന്റെ വെള്ളമുടികളെല്ലാം പറിച്ച് സഹായിച്ചു കൊടുക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അനീഷ് ഇപ്പോൾ അനുമോളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അനുമോളും തിരിച്ച് അതുപോലെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ആദില പറഞ്ഞു, നിങ്ങൾ ഈ തലനോക്കലും മുടിപറിക്കലുമെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചോ. എന്തൊരു സ്നേഹം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അനീഷിനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതിനനുസരിച്ച് അനുമോൾക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ കുറേ നേരമാണ് അനീഷിന് വേണ്ടി സംസാരിച്ചത്. അനീഷിനോട് നീങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയുന്നതിന് പകരം നൂറയോടായിരുന്നു ഒതുങ്ങിയിരിക്കുവാൻ വേണ്ടി പറഞ്ഞത്. ഇത് കേട്ടപ്പോഴാണ് ആദിലയ്ക്ക് കൂടുതൽ ട്രിഗറായത്. നെവിനൊഴികെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ടാസ്കിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.